എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് പ്രോൺസ് മസാല ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചെറിയുള്ളി, ഒരു സവാള, ഒരു തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇട്ട് അതൊന്ന് വഴറ്റാം, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് അതൊന്ന് വാടി വന്ന ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനൊരു 3-4 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ 3-5 മിനിറ്റായി, ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കിയ ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സായ ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനാണെങ്കിൽ പ്രോൺസിലേക്ക് കുറച്ച് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അതൊരു 3-5 മിനിറ്റ് ഇരുന്നാൽ മതി. ഒന്ന് മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് 4-5 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയ ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കാം. തക്കാളിയോട് ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ലതായിട്ട് അത് മിക്സായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച ശേഷം ഇതേ ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നല്ലതായിട്ട് പ്രോൺസിൽ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ആഡ് ചെയ്ത് ഒന്നുകൂടെ അടച്ച് വെക്കുവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഒരു ശകലം, ഒരു 1/4 സ്പൂൺ ഗരം മസാലയുടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാനൊരു അല്പം ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു ശകലം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് വറ്റി വന്ന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോൺസ് മസാല റെഡിയാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്രോൺസ് മസാല റെഡിയായി വരുന്നുണ്ട്. ഇനി ഒരു അല്പം ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു ശകലം. അപ്പോൾ ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ പ്രോൺസ് മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്